ഹലോ, വെൽക്കം ബാക്ക് ടു RX Pharma വ്ലോഗ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാബ്ലറ്റ് എക്സിപ്പിയൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്താണെന്ന്, ടാബ്ലറ്റിൻ്റെ ഡെഫിനീഷൻ, എന്താണ് ടാബ്ലറ്റ്സ്, പിന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ടാബ്ലറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ടാബ്ലറ്റ് പാർട്ട് ഫസ്റ്റിൽ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ടാബ്ലറ്റ് ഫോർമുലേഷൻ ആഡ് ചെയ്യേണ്ട എക്സിപ്പിയൻസിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെ എക്സിപ്പിയൻസ് ആണ് ഒരു ടാബ്ലറ്റിൻ്റെ ഫോർമുലേഷനിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. വൺ ഡയലുവൻറ്റ്. എന്താണ് ഡയലുവൻറ്റ്? ദ ഡയലുവൻറ്റ് ഈസ് നീഡഡ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് എ ടാബ്ലറ്റ് when the quantity of medicament in each tablet is very small and it is not possible to make a good tablet. അതായത് ഡയലുവൻ്റ് എന്ന് പറയുന്നത് മെഡിക്കമെൻറ്റ്, ഓരോ ടാബ്ലറ്റിൻ്റെയും ക്വാണ്ടിറ്റി ഓഫ് മെഡിക്കമെൻറ്റ് കുറവാണെങ്കിൽ ഇറ്റ് ഈസ് മേക്കപ്പ് ദ റിക്വയർഡ് ബൾക്ക് ഫോമിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഡയലുവൻ്റ് എന്ന് പറയുന്നത്. ഡയലുവൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? Commonly used diluents are lactose, sucrose, sodium chloride, dextrose, starch, mannitol, sorbitol, dibasic calcium phosphate dihydrate and calcium sulfate dihydrate. അപ്പോൾ ഡയലുവൻസിൻ്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതിൽ പെടുന്നതാണ്, ഡയലുവൻ്റ് ആണോ ലൂബ്രിക്കൻ്റ് ആണോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് എക്സാമ്പിൾസ് വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന ഡയലുവൻസ്? ലാക്ടോസ്, സുക്രോസ്, സോഡിയം ക്ലോറൈഡ്, dextrose, starch, mannitol, sorbitol, dibasic calcium phosphate dihydrate and calcium sulfate dihydrate. അതൊക്കെയാണ് എന്ത് ഡയലുവൻസിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വരുന്നത് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്. എന്താണ് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്? ദീസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ദ ഫൈൻ പൗഡർ ഇൻ ടു ഗ്രാനുൾസ്. അതായത് ഫൈൻ പൗഡർ ഗ്രാനുൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്. എ ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ് പ്രൊവൈഡഡ് പ്രോപ്പർ മോയ്സ്ചർ ടു കൺവേർട്ട് ഫൈൻ പൗഡർ ഇൻ ടു ഡാമ്പ് മാസ് വിച്ച് ആഫ്റ്റർ പാസിംഗ് ത്രൂ എ sieve ഓഫ് സ്യൂട്ടബിൾ നമ്പർ ഫോംസ് ഓഫ് ഗ്രാനുൾസ്. അതായത് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നത് പ്രോപ്പർ മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് മാത്രമല്ല, ഫൈൻ പൗഡർ ഒരു ഡാമ്പ് മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. The various granulating agents are used are water, alcohol, mucilage of starch, mucilage of acacia, mucilage of trachagantha, gelatin solution, isopropyl alcohol and acetone. Granulating agents examples ഏതൊക്കെയായിരിക്കും? വാട്ടർ, ആൽക്കഹോൾ, mucilage of starch, mucilage of acacia, mucilage of trachagantha, പിന്നെ gelatin solution, isopropyl alcohol, acetone. അപ്പോൾ ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്സ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഡാമ്പ് മാസ്, അതായത് ഫൈൻ പൗഡർ ഗ്രാനുൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനെ ഫൈൻ പൗഡറിനെ ഡാമ്പ് മാസായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വാട്ടർ, ആൽക്കഹോൾ, പിന്നെ സ്റ്റാർച്ചിൻ്റെ മ്യൂസിലേജ്, അക്കേഷ്യയുടെ മ്യൂസിലേജ്, ട്രക്കഗാന്തിൻ്റെ മ്യൂസിലേജ്, അതുപോലെ തന്നെ ജലാറ്റിൻ സൊല്യൂഷൻ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അസറ്റോണൊക്കെയാണ് എന്ത് ഗ്രാനുലേറ്റിംഗ് ഏജൻസിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വരുന്നത് ബൈൻഡിങ് ഏജൻറ്റ്സ് ആണ്. എന്താണ് ബൈൻഡിങ് ഏജൻറ്റ്സ്? ബൈൻഡിങ് ഏജൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഗ്രാനുലേഷൻ ടു പ്രൊവൈഡ് പ്രോപ്പർ സ്ട്രെങ്ത് ടു ദ ഗ്രാനുൾസ്. അതായത് ഗ്രാനുൾസിന് ഒരു പ്രോപ്പർ സ്ട്രെങ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ബൈൻഡിങ് ഏജൻറ്റ്സ് ഇൻ ഓർഡർ ടു കീപ് ദ ടാബ്ലറ്റ് ഇൻടാക്ട് ആഫ്റ്റർ കംപ്രഷൻ. The various binding agents used are gum acacia powder, gum trachagantha, gelatin, sucrose, methyl cellulose. അപ്പോൾ ബൈൻഡിങ് ഏജൻറ്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗം അക്കേഷ്യ പൗഡർ, ഗം ട്രക്കഗാന്ത, ജലാറ്റിൻ, സൂക്രോസ്, മീഥൈൽ സെല്ലുലോസ് ഒക്കെയാണ് ബൈൻഡിങ് ഏജൻറ്റ്സിന് എക്സാമ്പിൾസ്. Binding agents are used along with the granulating agents. The selection of proper binding agent and its concentration depends upon the type of the tablet for which it is used. അപ്പോൾ ബൈൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത് എപ്പോഴും ഗ്രാനുലേറ്റിംഗ് ഏജൻസിൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ ഏതൊരു ബൈൻഡിങ് ഏജൻറ്റും സെലക്ട് ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ടാബ്ലറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബൈൻഡിങ് ഏജൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ടാബ്ലറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതായത് ഇൻ ലൊസഞ്ച് ടാബ്ലറ്റ്സ് ആൻഡ് ഇംപ്ലാന്റ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ബൈൻഡിങ് ഏജൻറ്റ് ഹാസ് ടു ബി വെരി ഹൈ. അതായത് ലൊസഞ്ച് ടാബ്ലറ്റ്സിലും ഇംപ്ലാന്റ്സിലൊക്കെ ബൈൻഡിങ് ഏജൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വെരി ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും. അതുപോലെ തന്നെ മറ്റു കേസസിലാണെങ്കിൽ വേർ ദ ടാബ്ലറ്റ്സ് ഹാസ് ടു ഡിസിൻറ്റഗ്രേറ്റ് ക്വിക്ലി എ ബൈൻഡിങ് ഏജൻറ്റ് വിത്ത് ലെസ് ബൈൻഡിങ് പ്രോപ്പർട്ടി ആൻഡ് ഇൻ ലോവർ കോൺസെൻട്രേഷൻ ഈസ് യൂസ്ഡ്. വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് ബൈൻഡിങ് പ്രോപ്പർട്ടിയെ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിലാണ് ബൈൻഡിങ് ഏജൻറ്റ് സെലക്ട് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ പ്രോപ്പർ സ്ട്രെങ്ത് ഗ്രാനുൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബൈൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗം അക്കേഷ്യ പൗഡർ, ഗം ട്രക്കഗാന്ത, ജലാറ്റിൻ, സൂക്രോസ്, മീഥൈൽ സെല്ലുലോസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡയലുവൻ്റ് ആണ്. ഡയലുവൻ്റ് ആഡ് ചെയ്യുന്നത് എന്താണ്? മേക്കപ്പ് റിക്വയർഡ് ബൾക്ക് ഫോമിലേക്ക് ഒരു മേക്കപ്പ് വോളിയം
കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡയലുവൻ്റ് ആഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, സുക്രോസ്, ലാക്ടോസ്, സോഡിയം ക്ലോറൈഡ്, മാനിറ്റോൾ, സോർബിറ്റോൾ, ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ഒക്കെ. ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്ന എന്തിനാണ്? ഒരു ഡാമ്പ് മാസ്, ഫൈൻ പൗഡർ ഡാമ്പ് മാസായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മോയ്സ്ചർ കൊടുത്തുകൊണ്ട് തന്നെ ഫൈൻ പൗഡർ ഡാമ്പ് മാസായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഗ്രാനുലേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? വാട്ടർ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വാട്ടർ, ആൽക്കഹോൾ, മ്യൂസിലേജ് ഓഫ് സ്റ്റാർച്ച്, മ്യൂസിലേജ് ഓഫ് അക്കേഷ്യ, മ്യൂസിലേജ് ഓഫ് ട്രക്കഗാന്ത്, പിന്നെ ജെലാറ്റിൻ സൊല്യൂഷൻ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അസറ്റോണിക്. ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഗ്രാനൂൾസിൻ്റെ പ്രോപ്പർ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗം അക്കേഷ്യ പൗഡർ, ഗം ട്രക്കഗാന്ത്, ജെലാറ്റിൻ, സുക്രോസ്, മീഥൈൽ സെല്ലുലോസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് ആണ്. ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എന്താണ്? ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ഇൻ ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു എൻഷുർ ഡിസൻറ്റഗ്രേറ്റിംഗ് ഓഫ് ദ ടാബ്ലറ്റ് ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ് വെൻ സോളോഡ് ആർ കോൾഡ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. അതായത് നമ്മൾ ടാബ്ലറ്റ്സ് സോളോ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയിട്ട് ടാബ്ലറ്റ്സ് എന്താ പൊടിയണം, സ്റ്റൊമക്കിൽ എത്തിയിട്ട് ടാബ്ലറ്റ്സ് പൊടിയണം, ഡിസൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ആഡഡ് ഇൻ ടു ദ ഫോർമുലേഷൻ ഓഫ് ഓറൽ ടാബ്ലറ്റ്സ് ഓർ സബ്ലിംഗൽ ടാബ്ലറ്റ്സ്. ഓറൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സബ്ലിംഗൽ ടാബ്ലറ്റ്സിൻ്റെ ഫോർമുലേഷനിലേക്കാണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുന്നത്. When the medicament is insoluble in water, a disintegrating agent is needed. മെഡിക്കമെൻറ്റ് വാട്ടറിൽ ഇൻസോൾബിൾ ആയിട്ടുള്ള മെഡിക്കമെൻ്റ് ആണെങ്കിൽ ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് ആവശ്യമാണ്. ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് ആക്ട് ഇൻ 3 ways. 3 ടൈപ്പ് മെക്കാനിസം ഓഫ് ആക്ഷനാണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻസിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബൈ സ്വെല്ലിംഗ്, സെക്കൻഡ് വൺ ബൈ പ്രൊഡ്യൂസിങ് എഫർവസൻസ്, തേർഡ് വൺ ദെൻ മെൽറ്റ് ടു ബോഡി ടെമ്പറേച്ചർ. ബൈ സ്വെല്ലിംഗ്. എന്താണ് സ്വെല്ലിംഗ്? ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് ഗെറ്റ് സ്വെൽഡ് വെൻ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് വാട്ടർ ഓർ മോയ്സ്ചർ. ഒരു മോയ്സ്ചറായിട്ടോ വാട്ടറുമായിട്ടോ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് സ്വെല്ല് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് മെക്കാനിസം. എക്സാമ്പിൾസ് വരുന്നത് പൊട്ടറ്റോ സ്റ്റാർച്ച്, നെയ് സ്റ്റാർച്ച്, വീറ്റ് സ്റ്റാർച്ച്, പിന്നെ മീഥൈൽ സെല്ലുലോസ്, ബെൻഡോണേറ്റ്. അതൊക്കെയാണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് ബൈ സ്വെല്ലിംഗ് മെക്കാനിസം ഓഫ് ആക്ഷൻ എക്സാമ്പിൾസ് ആണ്. പൊട്ടറ്റോ സ്റ്റാർച്ച് ഈസ് സുപ്പീരിയർ ടു അതർ സ്റ്റാർച്ചസ് ബട്ട് നെയ് സ്റ്റാർച്ച് ഈസ് കോമൺലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. നെക്സ്റ്റ് വരുന്നത് ബൈ പ്രൊഡ്യൂസിങ് എഫർവസൻസ്. എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻ ഉണ്ട്. അതെന്താണ്? അത് പ്രൊഡ്യൂസ് എഫർവസൻസ് വെൻ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് മോയ്സ്ചർ. മോയ്സ്ചറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എഫർവസൻ ടാബ്ലറ്റ്സ് ആണ്. എഫർവസൻ ടാബ്ലറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനാണ്. അതിലെന്തൊക്കെയാണ്? ആൽക്കലിയും ആസിഡ്സുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? സോഡിയം ബൈകാർബണേറ്റ്, സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നു കഴിയുമ്പോഴേക്കും എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈ പ്രൊഡ്യൂസിങ് എഫർവസൻസ് സെക്കൻഡ് മെക്കാനിസം ആണ്. പിന്നെ തേർഡ് വൺ വരുന്നത് ദെൻ മെൽറ്റ് ടു ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ വരുന്നത് കൊക്ക ബട്ടർ. The disintegrating agent is generally divided into 2 parts. One part is mixed along with other excipients before the formation of granules. Disintegrating agent generally രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഗ്രാനുൾസ് ഫോർമേഷന് മുമ്പായിട്ട് മറ്റുള്ള എക്സിപ്പിയൻസിൻ്റെ കൂടെ ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നു. പിന്നെ ആഡ് ചെയ്യുന്നത് വിത്ത് ഡ്രൈ ഗ്രാനുൾസ് ബിഫോർ കംപ്രഷന് മുമ്പായിട്ട് ഡ്രൈ ഗ്രാനുൾസിൻ്റെ കൂടെ ബാക്കിയുള്ള പാർട്സ് ആഡ് ചെയ്യുന്നു. അങ്ങനെ 2 രീതിയിലാണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? സ്റ്റൊമക്കിൽ എത്തിയിട്ട് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് പൊടിയാണ്, ബ്രേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡിസൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നതാണ്. എന്താണ് ലൂബ്രിക്കൻസ്? Lubricants these are added to improve the appearance of tablets, flow properties of granules, and to prevent sticking of the materials to dyes and bundles. Basis of their function, the lubricants are divided into 3 groups. ഫംഗ്ഷൻ അനുസരിച്ചിട്ട് lubricants മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? lubricants, glidants, anti-adhesive agents. First one, lubricants. These are the substances that reduce interparticular friction during compression and friction between tablet and divol during the ejection of tablet. അതായത് ടാബ്ലറ്റിൻ്റെ ഇജക്ഷൻ്റെ ടൈമിൽ ടാബ്ലറ്റും ഡൈവോളും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അത് കംപ്രഷൻ്റെ സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇൻ്റർപാർട്ടിക്കുലർ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ടാൽക്ക്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, കാൽഷ്യം സ്റ്റിയറേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ടാൽക്ക്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, കാൽഷ്യം സ്റ്റിയറേറ്റ് ഒക്കെയാണ് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ. അത് എന്തിനാണ്? ഇൻ്റർപാർട്ടിക്കുലർ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൈഡൻറ്റ് എന്താണ്? ഗ്ലൈഡൻറ്റ് ടു ഇംപ്രൂവ് ദ ഫ്ലോ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രാനുൾസ് ഫ്രം കോപ്പർ ടു ഡൈ ഓഫ് ദ ടാബ്ലറ്റ് മെഷീൻ. അതായത് ഹോപ്പറിൽ നിന്നും ഡൈയിലേക്ക്, ടാബ്ലറ്റ് മെഷീൻ്റെ ഹോപ്പറിൽ നിന്നും ഡൈയിലേക്ക് ഗ്രാനുൾസ് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഗ്ലൈഡൻസ്. എക്സാമ്പിൾസ് ടാൽക്ക്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, ബോറിക് ആസിഡ്, സ്റ്റാർച്ച്, കാൽഷ്യം സ്റ്റിയറേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലൈഡൻസിന് എക്സാമ്പിൾ? ടാൽക്ക്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, ബോറിക് ആസിഡ്, അതുപോലെ തന്നെ സ്റ്റാർച്ച് ആൻഡ് കാൽഷ്യം സ്റ്റിയറേറ്റ്. അപ്പോൾ ടാൽക്ക് ലൂബ്രിക്കൻറ്റും ആണ്, ഗ്ലൈഡൻറ്റ് അഡ്ഹസീവ് ഏജൻസ് ആണ്.
Anti-adhesive agents add ചെയ്യുന്നത് എന്തിനാണ്? These prevent the sticking of the tablet surface to dies and punches during compression. കംപ്രഷൻ്റെ ടൈമിൽ ഡൈസും പഞ്ചസും തമ്മിലുള്ള സ്റ്റിക്കിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി അഡ്ഹസീവ് ഏജൻസ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ലിക്വിഡ് പാരാഫിൻ, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ്, സ്റ്റിയറേറ്റ് ആസിഡ്സ്. സ്റ്റിയറേറ്റ് ആസിഡാണ് എക്സാമ്പിൾസ് വരുന്നത് ആൻറ്റി അഡ്ഹസീവ് ഏജൻസിന്. നെക്സ്റ്റ് വരുന്നത് അഡ്സോർബിംഗ് ഏജൻസ് ആണ്. അഡ്സോർബിംഗ് ഏജൻസ് ആർ ദി സബ്സ്റ്റൻസ് ആർ യൂസ്ഡ് ടു അബ്സോർബ് വോളറ്റൈൽ ഓയിൽ, ലിക്വിഡ് എക്സ്ട്രാക്ട് ആൻഡ് ടിങ്ചർ. വോളറ്റൈൽ ഓയിലും ലിക്വിഡ് എക്സ്ട്രാക്റ്റും ടിങ്ചറൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ടാബ്ലറ്റ്സ്. ദ കോമൺലി യൂസ്ഡ് അഡ്സോർബൻസ് ആർ മെഗ്നീഷ്യം കാർബണേറ്റ്, കയോളിൻ ആൻഡ് സ്റ്റാർച്ച്. അപ്പോൾ മെഗ്നീഷ്യം കാർബണേറ്റും കയോളിനും സ്റ്റാർച്ചെല്ലാം ലിക്വിഡ് എക്സ്ട്രാക്റ്റ്, ടിങ്ചർ അതുപോലെ തന്നെ വോളറ്റൈൽ ഓയിലൊക്കെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മെഗ്നീഷ്യം കാർബണേറ്റ്, കയോളിൻ ആൻഡ് സ്റ്റാർച്ച്. നെക്സ്റ്റ് വരുന്നത് കളേഴ്സ്, ഫ്ലവേഴ്സ് ആൻഡ് സ്വീറ്റനിങ് ഏജൻസ്. കളേഴ്സ് ഓഫ് അപ്രൂവ്ഡ് സർട്ടിഫൈഡ് FT ആൻഡ് സി ഡൈസ് ആർ യൂസ്ഡ്. കളേഴ്സ് യൂസ് ചെയ്യുന്നത് സർട്ടിഫൈഡ് FT ആൻഡ് സി ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ദ കളേഴ്സ് ആർ യൂസ്ഡ് ടു ഇംപ്രൂവ് ദ എലഗൻസ് ഓഫ് ദ ടാബ്ലറ്റ്. ദ കളേഴ്സ് ആർ ആഡഡ് ടു ദ സൊല്യൂഷൻ ഓഫ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ഓർ ദീസ് ആർ മിക്സ്ഡ് വിത്ത് അതർ ഇൻഗ്രീഡിയൻസ് ബിഫോർ ഗ്രാനുലേഷൻ. കളേഴ്സ് ടാബ്ലറ്റിന് ഒരു എലഗൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് ഓഫ് ദ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ഓർ ദീസ് ആർ മിക്സ്ഡ് വിത്ത് അതർ ഇൻഗ്രീഡിയൻസ് ബിഫോർ ഗ്രാനുലേഷൻ മുമ്പായിട്ടാണ് കളേഴ്സ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എന്താണ്? ഫ്ലവേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലൊസഞ്ചസ്, എഫ്രവസൻ ടാബ്ലറ്റ്സ് ആൻഡ് ച്യൂവബിൾ ടാബ്ലറ്റ്സ്. അപ്പോൾ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത് ലൊസഞ്ചസിലും എഫ്രവസൻ ടാബ്ലറ്റ്സിലും ച്യൂവബിൾ ടാബ്ലറ്റ്സിലുമാണ്. ഫ്ലവേഴ്സ് ആർ വോളറ്റൈൽ ഓയിൽസ് ആൻഡ് ഹെൻസ് ദേ ആർ ആഡഡ് ഇൻ ടു ദ ഗ്രാനുൾസ് ജസ്റ്റ് ബിഫോർ കംപ്രഷൻ ഓഫ് ദ ടാബ്ലറ്റ്. ടാബ്ലറ്റ്സിൻ്റെ കംപ്രഷന് മുമ്പായിട്ട് ഗ്രാനുൾസിലേക്കാണ് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത്. വോളറ്റൈൽ ഓയിൽസ് ആണ്. അതുപോലെ തന്നെ ഫ്ലേവറിംഗ് ഏജൻറ്റ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് സോൾവെൻറ്റിന് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സൊല്യൂഷൻ ഈസ് സ്പ്രേഡ് ഓൺ ദ ഗ്രാനുൾസിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്വീറ്റനിങ് ഏജൻസ് ആണ്. സ്വീറ്റനിങ് ഏജൻസ് ആർ യൂസ്ഡ് ടു ഇംപ്രൂവ് ദ ടേസ്റ്റ് ഓഫ് ടാബ്ലറ്റ്സ്. സ്വീറ്റനിങ് ഏജൻസ് ടാബ്ലറ്റ്സിൻ്റെ ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദീസ് ആർ യൂസ്ഡ് ഇൻ ലൊസഞ്ചസ് ആൻഡ് ച്യൂവബിൾ ടാബ്ലറ്റ്സ്. ച്യൂവബിൾ ടാബ്ലറ്റ്സിലും ലൊസഞ്ചസിലുമാണ് സ്വീറ്റനിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ലൈക്ക് സക്കാറിൻ ആൻഡ് സൈക്ലാമൈഡ്സ് ആർ നോട്ട് യൂസ്ഡ് നവഡേയ്സ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻ്റ് ആയിട്ടുള്ള സക്കാറിനും സൈക്ലാമൈഡ്സ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സുക്രോസ്, ലാക്ടോസ് ആൻഡ് മാനിറ്റോൾ ആർ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് സ്വീറ്റനിങ് ഏജൻറ്റ്. സുക്രോസ്, ലാക്ടോസ്, മാനിറ്റോൾ ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന സ്വീറ്റനിങ് ഏജൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡയലുവൻറ്റ് പഠിച്ചു, ഗ്രാനുലേറ്റിംഗ് ഏജൻസ് പഠിച്ചു, ബൈൻഡിങ് ഏജൻസ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്, ലൂബ്രിക്കൻസ്, അഡ്സോർബൻസ്, കളറിംഗ് ഏജൻസ്, ഫ്ലേവറിംഗ് ഏജൻസ്, സ്വീറ്റനിങ് ഏജൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ടാബ്ലറ്റ്സിൻ്റെ എക്സിപ്പിയൻസ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എക്സാമ്പിൾസ് വളരെ നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.